നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഡിറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ നോക്കാം. Directional derivative of z is equal to f of xy in the direction of a unit vector u is equal to cos theta I plus sin theta j is du of f of xy is equal to limit h tends to 0 f of x plus h cos theta y plus h sin theta minus f of xy divided by h provided the limit exists. അപ്പോൾ ഇവിടെ ഡിറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ z is equal to f of x y, ഇത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡിറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ഈ ഒരു ഫംഗ്ഷൻ്റെ 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഡിറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും ഒരു ഡയറക്ഷനിൽ അല്ലേ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ. അപ്പോൾ ആ ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ ഈ ഫംഗ്ഷന് ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാണ്. ആ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് du ഓഫ് എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അതെന്താണ്? എഫ് ഓഫ് ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്റ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. യൂണിറ്റ് വെക്റ്റർ ഏതാണ്? കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ ആണ് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ തീറ്റ സപ്പോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, ഇതിൽ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ യു എന്നുള്ളത് എന്തായി മാറും? യു എന്തായി മാറും? തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ ഡിറക്ഷണൽ വെക്റ്റർ യൂണിറ്റ് വെക്റ്റർ എന്തായി മാറും? കോസ് 0 ഐ പ്ലസ് തീറ്റൻ്റെ പ്ലേസിൽ 0 അല്ലേ, സൈൻ 0 ജെ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്താവും? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം, അതായത് ഐ പ്ലസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ നമുക്ക് യു ഈക്വൽ ടു ഐ ആന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലേസിൽ എന്താ എഴുതാം? ഡി യു എന്നുള്ള പ്ലേസിൽ അല്ലേ. അപ്പോൾ സിൻസ് തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്റ്റർ യു എന്തായി മാറി? ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്റ്റർ യു ഈക്വൽ ടു ഐ. അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഐൻ്റെ യുവിൻ്റെ പ്ലേസിൽ ഐ എന്ന് എഴുതാം അല്ലേ. ഡി ഐ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ എന്നാണ് അല്ലേ. ഇവിടെയും എക്സ് പ്ലസ് എച്ച് എന്നുള്ളിടത്ത് കോസ് തീറ്റ അറിയുമ്പോൾ കോസ് 0 1 ആവും. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വൈ പ്ലസ് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോൾ അല്ലേ. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇതെന്താണ്? ഡി ഐ ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ഡി ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ. ഡി ഐ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. അതായത് ഇതെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് എക്സ് അല്ലേ. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ എക്സിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിൽ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. കാരണം എന്താണ്? ഇവിടെ എക്സ് പ്ലസ് എച്ച്, എക്സിനാണ് ചേഞ്ച് വരുന്നത്. എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് സ്മോൾ ക്വാണ്ടിറ്റി വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. അതായത് ഇത് എന്താണ്? ഡോ സെഡ് ബൈ ഡോ എക്സ്. എക്സിൽ വരുന്ന ചേഞ്ചാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. തീറ്റ പൈ ബൈ 2 ആകുമ്പോൾ എന്താ വാല്യൂ വരിക നോക്കൂ. ഇവിടെ യു ഇസ് ഈക്വൽ ടു കോസ് പൈ ബൈ 2 ഐ പ്ലസ് സൈൻ പൈ ബൈ 2 ചെയ്യുന്നത് വരില്ലേ. യു ഇസ് ഈക്വൽ ടു കോസ് പൈ ബൈ 2 ഐ പ്ലസ് സൈൻ പൈ ബൈ 2 ജെ.
ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്തായി പോകും? 0 ആണ് അല്ലേ. സൈൻ പൈ ബൈ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0i പ്ലസ് 1 ഇൻറ്റു ജെ ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് യു എന്താന്ന് കിട്ടി? ജെ എന്നുള്ള വെക്ടറാന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഡി ജെ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വെൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ഡി ജെ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ്, ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് പ്ലസ് എച്ച് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ഇത് 0 ആയി പോകും അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എച്ച് എന്ന് വരും. എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? ഡോ സെഡ് ബൈ ഡോ വൈ. റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് 2 ആംഗിളിലാണ്. തീറ്റ 0 ആകുമ്പോഴും തീറ്റ പൈ ബൈ 2 ആകുമ്പോഴും നമുക്ക് ഡി ഐ, അപ്പോൾ തീറ്റ 0 ആയപ്പോൾ നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് കിട്ടില്ലേ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ഫസ്റ്റത്തെ. ഡോ സെഡ് ബൈ ഡോ വൈ കിട്ടിയത് എപ്പോഴാണ്? തീറ്റ പൈ ബൈ 2 ആകുമ്പോൾ. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് നമുക്ക് ജെ എന്നുള്ള ഒരൊറ്റ കോർഡിനേറ്റിലായിട്ട് കിട്ടി അല്ലേ. അതായത് ഇവിടെ അപ്പോൾ ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 വെക്ടറും കൂടി ജോയിൻ ചെയ്യാണ് അല്ല. അതായത് എന്താണ്? ഐയും ജെയും കൂടെ ചേർന്നിട്ട് കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ എന്നുള്ള ഒരൊറ്റ യൂണിറ്റ് വെക്ടർ ആക്കിയിട്ട് ആ ഡയറക്ഷനിൽ നമ്മൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ പറയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ക്ലിയർ അല്ലേ? ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു തിയറം ഉണ്ട്. ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വെച്ചൊരു തിയറം ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് തിയറാണത്. എന്താ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ തിയറം നോക്കൂ. If z is equal to f of xy is a differentiable function of x and y and u is equal to cos theta I plus sin theta j, then du of f of xy is equal to del f of xy dot u. ഇത് ഇമ്പോർട്ടൻറ്റ് തിയർ ആണ്. ഈ റിസൾട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. Directional derivative in the direction of unit vector u is equal to cos theta I plus sin theta j is equal to del f of xy dot u. Gradient of f dot u. അപ്പോൾ നമ്മളുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് del f of xy dot u നോട് ഈക്വൽ ആണ്. ആ യൂണിറ്റ് വെക്ടറും നമ്മളുടെ ഗ്രേഡിയന്റ് വെക്ടറും തമ്മിൽ ക്രോസ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ് എന്ത്? നമ്മളുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് തിയറം പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂഫിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് എക്സ് വൈ തീറ്റ ബി ഫിക്സ്ഡ്. ഇത് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ജി ഓഫ് ടി എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. ഇവിടെ എക്സും വൈയും തീറ്റയും ഒക്കെ എന്താണ്? ഫിക്സ്ഡ് ആക്കി നമ്മൾ ടി എന്നുള്ള ഒരു സിംഗിൾ വേരിയബിൾ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? ജി ഓഫ് ടി. ക്ലിയർ ആയില്ലേ? അപ്പൊ നോക്ക്, ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ആണ്. ജി ഓഫ് ടി നമ്മൾ എഫ് ഓഫ് എന്നുള്ള ഒരു ഫോമിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള പ്ലേസിൽ എന്താണ്? എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. നമുക്ക് ക്ലിയർലി തിയറത്തിൽ തന്നിട്ടുണ്ട് z is equal to f of xy is a differentiable function. f of xy ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് g of t എന്താണെന്ന് എഴുതാം? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? g of t is also a differentiable function. g of t is also a differentiable function. അപ്പൊ എന്തായാലും എന്തുണ്ടായിരിക്കും? g dash of t എക്സിസ്റ്റ് ചെയ്യും അല്ലേ. സപ്പോസ് ഞാൻ ഇവിടെ g dash of 0 എടുക്കാം. g dash of 0 ലിമിറ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? ലിമിറ്റ് h ടെൻസ് ടു 0 g of 0 plus h minus g of 0 divided by അല്ലേ. ഇതെന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0 g of h minus g of 0 divided by h ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ലിമിറ്റ് h ടെൻസ് ടു 0 g of h, ഇവിടെ hന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? g of t നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് f of x plus t cos theta y plus t sin theta ആണ്. അങ്ങനെയാണെങ്കിൽ g of h എന്തായിരിക്കും? f of x plus t ന്റെ പ്ലേസിൽ h ആകും അല്ലെ. h cos theta y plus h sin theta ആണ്. അപ്പൊ നമുക്ക് g of h ന്റെ പ്ലേസിൽ എന്ത് എഴുതാം? f of
എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ ജി ഓഫ് എച്ച് ആയി മൈനസ് ജി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ജി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ടിന്റെ പ്ലേസിൽ സീറോ അല്ലെ, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് സീറോ ഇൻറ്റു കോസ് തീറ്റ വൈ പ്ലസ് സീറോ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് സീറോ വൈ പ്ലസ് സീറോ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ. അപ്പൊ മൈനസ് ജി ഓഫ് സീറോന്റെ പ്ലേസിൽ എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജി ഡാഷ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു limit h tends to 0 f of x plus h cos theta y plus h sin theta minus f of xy divided by h. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി g of t നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ് f of x plus t cos theta y plus t sin theta. അത് നമ്മളിപ്പോൾ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് g of t ന്റെ ഡെറിവേറ്റീവ് എഴുതി കൂടെ? അതായത് g of t is equal to f of x plus t cos theta y plus t sin theta എന്നുള്ളത് g dash of t കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ g dash of t കാൽക്കുലേറ്റ് ചെയ്യാം? g dash of t is equal to ഇവിടെ f of x y എന്നുള്ളത് എന്താണ്? x plus t cos theta y plus t sin theta ആണ് അല്ലെ. അപ്പൊ ഇവിടെ സിംഗിൾ വേരിയബിൾ ആവുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? ഡോ എഫ് ഫസ്റ്റ് ചെയിൻ റൂൾ വെച്ചിട്ട് ഇതിന്ന് g dash of t കാൽക്കുലേറ്റ് ചെയ്യാം. യൂസിങ് ചെയിൻ റൂൾ ഇതിന്ന് g dash of t കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? ഡോ എഫ് ഓഫ് x plus t cos theta y plus t sin theta divided by dou f of dou x ആണ് അല്ലേ. dou x എന്ന് പറഞ്ഞാൽ ഇവിടെ x plus t cos theta ന്റെ ഫസ്റ്റ് ചെയ്യാം. dou x plus t cos theta into d by dt of എന്ത് വരും? ഈ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലേ, അതായത് x plus t cos theta. എങ്ങനെയാണ് ഇത് വരിക? പ്ലസ് അടുത്തത് എന്ന് പറഞ്ഞാൽ വൈയിൽ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ടി കോസ് തീറ്റ എന്ന് എഴുതുന്നതിന് പകരം ഇതിനെ എഫ് വൺ ഓഫ് എക്സ് എന്ന് കൊടുക്കുകയാണ്. ഡോ എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡോ എഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ എന്ന് എഴുതുന്നതിന് പകരം എഫ് വൺ ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ എന്നാക്കുക. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും അവിടെ എഴുതുക. അപ്പൊ ഞാൻ ഇതിന് പകരം എന്ത് എഴുതാണ്? f1 of x plus t cos theta y plus t sin theta into d by dt of first ഇത് x plus t cos theta അല്ലെ, x plus t cos theta ആണ്. പ്ലസ് അടുത്തത് അതുപോലെ എന്ത് വരും? f2 of നെക്സ്റ്റ് സെക്കൻഡ് അല്ലെ, f2 of x plus t cos theta y plus t sin theta x plus t cos theta y plus t sin theta into d by dt of അടുത്ത എന്തിനാ ചെയ്യുന്നത്? y plus t sin theta. ഇങ്ങനെ കിട്ടി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈക്വൽ ടു ഇവിടുന്ന് എഴുതാം. ഈക്വൽ ടു എന്തെഴുതാം? ഇവിടെ നോക്കൂ, f1 of x plus t cos theta y plus t sin theta into d by dt of x plus t cos theta പറഞ്ഞാൽ ഇവിടെ എക്സും തീറ്റയും ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എക്സും വൈയും തീറ്റയും ഒക്കെ കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് നമ്മൾ ജി ഓഫ് ടി എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് അല്ലെ. അപ്പൊ ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. ടി ഇൻറ്റു കോസ് തീറ്റ പറഞ്ഞാൽ ടി 1 വരും. കോസ് തീറ്റ പ്ലസ് f2 of x plus t cos theta y plus t sin theta into d by dt of y plus t sin theta എന്ത് വരും? y കോൺസ്റ്റന്റ് ആണ്. ടിന്റെ ഡെറിവേറ്റീവ് 1 വരും അല്ലെ. അപ്പോൾ ടി സൈൻ തീറ്റ എന്നുള്ളത് സൈൻ തീറ്റ എന്ന് വരും. അപ്പൊ ഇത്രയും കിട്ടി. ഇനി വെൻ ടി ഈക്വൽ ടു 0, ടി 0 ആവുന്ന കേസ് നോക്കൂ. അപ്പൊ എന്ത് വരും? ജി ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ഇവിടെ f1 ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ f1 ഓഫ് എക്സ് പ്ലസ് 0 y പ്ലസ് 0 ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും അല്ലെ. അപ്പോൾ എന്ത് വരും? f1 ഓഫ് എക്സ് വൈ കോസ് തീറ്റ പ്ലസ് f2 ഓഫ് എക്സ് വൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ f1 ഓഫ് എക്സ് വൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് f1 മാറ്റിയിട്ട് fx ഓഫ് എക്സ് വൈ കോസ് തീറ്റ എന്ന് എഴുതാം. രണ്ടാമത്തേതോ വൈയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? fy ഓഫ് എക്സ് വൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. അപ്പോൾ 1ഉം ജി ഡാഷ് ഓഫ് 0 കിട്ടി. 2 എന്താണ്? ജി ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു fx ഓഫ് എക്സ് വൈ കോസ് തീറ്റ പ്ലസ് fy ഓഫ് എക്സ് വൈ സൈൻ തീറ്റ. നമുക്ക് ഓൾറെഡി ഡെഫിനിഷൻ അറിയാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ du ഓഫ് f ഓഫ് എക്സ് വൈ
ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ y പ്ലസ് എച്ച് സൈൻ തീറ്റ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് ആണ് അല്ലെ, മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഇതാണ് ഡിറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ആണ്, ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇത് കിട്ടി. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഡെഫിനിഷൻ ആണ്. ഇത് എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ജി ഡാഷ് ഓഫ് 0 ആണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് എഴുതാം, ഇത് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് 0 ആണെന്ന് എഴുതാം അല്ലെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് 0 ആണ്. അതുപോലെ ജി ഡാഷ് ഓഫ് 0 നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്, എഫ് എക്സ് ഓഫ് എക്സ് വൈ കോസ് തീറ്റ പ്ലസ് എഫ് വൈ ഓഫ് എഫ് വൈ സൈൻ തീറ്റ ആണ്. അപ്പൊ അത് അവിടെ കൊടുക്കാം, ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് വൈ കോസ് തീറ്റ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സൈൻ തീറ്റ ഈക്വൽ ടു, ഇതിനെ ഞാൻ രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് ആക്കി എഴുതാണ്. ഇങ്ങനെ എഴുതിക്കൂടെ, എഫ് എക്സ് ഓഫ് എക്സ് വൈ എഫ് എക്സ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ജെ ഡോട്ട് കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ. ഇത് രണ്ട് വെക്ടർ ആണ് അല്ലെ, ഈ വെക്ടറുകളുടെ പ്രൊഡക്റ്റ് ആക്കി എഴുതി. കുഴപ്പമുണ്ടോ? നോക്കാം, ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എഫ് എക്സ് ഓഫ് എക്സ് വൈ ഐ ഇൻറ്റു, ഇവിടെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇത് വരും എഫ് എക്സ് ഓഫ് എക്സ് വൈ ഐ ഇൻറ്റു കോസ് തീറ്റ ഐ എന്ന് വരും അല്ലെ. ഈ ഐ കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എഫ് എക്സ് ഓഫ് എക്സ് വൈ കോസ് തീറ്റ, എഫ് എക്സ് ഓഫ് എക്സ് വൈ കോസ് തീറ്റ പ്ലസ് ജെ കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് വൈ ഓഫ് എക്സ് വൈ സൈൻ തീറ്റ. അപ്പൊ ഇത് തന്നെയാണ് ഇത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ രണ്ട് വെക്ടറുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി, ഡോട്ട് പ്രൊഡക്റ്റ് ആക്കി എഴുതി. ഇറ്റ് ഈക്വൽ ടു, ഇതെന്താണ്, ഡെൽ എഫ് ഓഫ് എക്സ് വൈ അല്ലെ. ഫസ്റ്റ് വെക്ടർ എന്താണ്, ഡെൽ എഫ് ഓഫ് എക്സ് വൈ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. ഇതായിരുന്നു പ്ലെയിനിൽ വരുന്നത് അല്ലെ. ഇനി 3 ഡയമെൻഷനിലാണെന്നുണ്ടെങ്കിൽ സെഡ് എന്നുള്ള ഒരു വേരിയബിളും കൂടെ വരും. നമുക്ക് ഇതിന്റെ പ്ലേസിൽ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട്, ഇതെന്താണ്, കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ നമുക്ക് തന്നിട്ടുണ്ട്, യൂണിറ്റ് വെക്ടർ ആണ് അല്ല. അപ്പൊ ഡോട്ട് യു എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു. അതായത് ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ du of f of xy is equal to del f of xy dot u. ഇത് ക്ലിയർ ആയില്ലേ? നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ജി ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ. എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്, ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് പിന്നെ ഇത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കിട്ടി. അതിനുശേഷം ജി ഡാഷ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്തു. ഓൾറെഡി ഇത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അതിൽ വീണ്ടും ടിക്ക് 0 കൊടുത്തു. അങ്ങനെ നമുക്ക് ജി ഡാഷ് ഓഫ് 0ക്ക് 2 വാല്യൂ കിട്ടി. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ഡിറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷനിൽ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഡിറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു ആണ്. ഇത് ഇമ്പോർട്ടൻറ്റ് തിയർ ആണ്. ഇത് വെച്ചിട്ട് ഇനി പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Find the directional derivative of f of xy is equal to root xy at 1, 4 in the direction of unit vector that make an angle pi by 3 with the positive x-axis. അപ്പോൾ നമ്മളോട് ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡെഫിനിഷനിൽ കൊടുക്കണ്ട, ഇപ്പൊ നമ്മൾ പഠിച്ച തിയറം അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു തിയറം, ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു അല്ലെ. ഇവിടെ നമുക്ക് ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു, യു നമുക്കറിയാം, യു എന്തായിരുന്നു, യൂണിറ്റ് വെക്ടർ ആയിരുന്നു, കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ ആണ്. ഇവിടെ നമുക്ക് ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അറ്റ് 1, 4 അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ ദാറ്റ് മേക്ക് ആൻ ആംഗിൾ പൈ ബൈ 3. പൈ ബൈ 3 ആണ് ആംഗിൾ തന്നിട്ടുണ്ട്. അതായത് യു ഇസ് ഈക്വൽ ടു എന്താണ്, കോസ് പൈ ബൈ 3 ഐ പ്ലസ് sin pi by 3 j equal to cos pi by 3 എന്താണ്, 3 1/2 അല്ലെ. അപ്പൊ എന്ത് വരും, 1/2 i plus sin pi by 3 എന്താണ്, √3/2 j. അപ്പൊ ഇതാണ് യൂണിറ്റ് വെക്ടർ എന്ന് കിട്ടി. അപ്പൊ യൂണിറ്റ് വെക്ടർ ഓക്കെ ആയി. ഇനി ഡെൽ എഫ് ഓഫ് എക്സ് വൈ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. എന്താണ്, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്,
ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാല് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് അല്ലെ. എഫ് എന്താണ്? റൂട്ട് എക്സ് വൈ. റൂട്ട് എക്സ് വൈ ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? റൂട്ട് എക്സ് വൈ ആണ് അല്ലെ. 1/2 റൂട്ട് എക്സ് വൈ ഇൻറ്റു എക്സ് വൈ എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? എക്സിലാകുമ്പോൾ വൈ എന്ന് വരും അല്ലെ. ഇൻറ്റു വൈ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? y/2 റൂട്ട് എക്സ് വൈ. ഇതാണ് എഫ് എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇത് കിട്ടി. ഇനി എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് അല്ലെ. അതായത് എന്ത് വരും? എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് വൈ. എന്തൊരു 1/2 റൂട്ട് എക്സ് വൈ ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻറ്റു എക്സ് എന്ന് വരും ഈക്വൽ ടു x/2 റൂട്ട് ഓഫ് എക്സ് വൈ എന്ന് വരും. അപ്പൊ ഇത് നമുക്ക് ഡോ എഫ് എക്സ് ഓഫ് എക്സ് വൈ ആണ് കിട്ടിയത്. ഇത് എന്താണ് ശരിക്കും? എഫ് എക്സ് ഓഫ് എക്സ് വൈ ആണ് അല്ലേ. ഇതോ എഫ് വൈ ഓഫ് എക്സ് വൈ. അപ്പൊ ഇനി നമുക്ക് എഫ് എക്സ് ഓഫ് അറ്റ് 1/4 കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ട്. അതായത് എഫ് എക്സ് ഓഫ് 1/4 ആണ്. എഫ് എക്സ് ഓഫ് 1/4 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? ഇവിടെ എക്സിന്റെ പ്ലേസിൽ 1 കൊടുക്കുക, y 4. അപ്പൊ എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ y/2 ഇൻറ്റു റൂട്ട് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ 4 കൊടുക്കുക അല്ലെ. 4/2 ഇൻറ്റു റൂട്ട് 1 ഇൻറ്റു 4 എന്ന് വരും. 1 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് 2/√4 എന്ന് വരും. 2/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ എഫ് എക്സ് ഓഫ് 1/4 എന്താന്ന് കിട്ടി? 1 ആണ് കിട്ടി. അതുപോലെ എന്ത് ചെയ്യണം? എഫ് വൈ ഓഫ് എക്സ് വൈ. എഫ് വൈ ഓഫ് 1/4 ആണ്. അത് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നോക്കാം. എഫ് വൈ ഓഫ് 1/4 ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? x/2 റൂട്ട് എക്സ് വൈ ആണ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 റൂട്ട് 1 ഇൻറ്റു 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് 4 എന്ന് വരും അല്ലെ. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ എന്ത് വരും? 1/4 എന്ന് വരും. അപ്പൊ എഫ് വൈ ഓഫ് 1/4 എന്താന്ന് കിട്ടി? 1/4. എഫ് എക്സ് ഓഫ് 1/4 എന്താന്ന് കിട്ടി? 1 ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ? നമുക്ക് ഈ ഡെൽ എഫ് ഓഫ് എക്സ് വൈയിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കത് കൊടുക്കുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് 1/4 അല്ലെ. ഡെൽ എഫ് ഓഫ് 1/4 എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഓഫ് 1/4 ഐ പ്ലസ് എഫ് വൈ ഓഫ് 1/4 ജെ അല്ലെ. ഈക്വൽ ടു ഇതിപ്പോ നമുക്ക് എന്താ കിട്ടിയത്? 1 ഐ പ്ലസ് എഫ് വൈ ഓഫ് 1/4 എന്താ കിട്ടിയത്? 1/4 ജെ. അപ്പൊ ഇതാണ് നമ്മളുടെ വെക്ടർ. ഐ പ്ലസ് 1/4 ജെ എന്നുള്ളതാണ് ഡെൽ എഫ് ഓഫ് 1/4 വരുന്നത്. അപ്പൊ നമുക്ക് ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോട്ട് യു എന്നാണ് അല്ലെ. യു നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? 1/2 ഐ പ്ലസ് √3/2 ജെ ആണ്. അപ്പൊ അതിന് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? യു എന്താ കിട്ടിയത്? യു ഇസ് ഈക്വൽ ടു 1/2 ഐ പ്ലസ് √3/2 ജെ. അപ്പൊ അത് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് 1/4 ഡോട്ട് യു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഡെൽ എഫ് ഓഫ് 1/4 എന്താ കിട്ടിയത്? ഐ പ്ലസ് 1/4 ജെ ഡോട്ട് യു എന്നുള്ള വെക്ടർ എന്താ കിട്ടിയത്? 1/2 ഐ പ്ലസ് √3/2 ജെ ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തൊരു 1 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ 1/2 പ്ലസ് 1/4 ഇൻറ്റു √3/2 എന്ന് വരും. ഈക്വൽ ടു 1/2 പ്ലസ് √3 ഈക്വൽ ടു എൽസിഎം എടുക്കാം. അപ്പൊ എന്ത് വരും? 4 പ്ലസ് √3/8 എന്ന് വരും. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത് അല്ലെ. ഡി യു ഓഫ് എഫ് ഓഫ് 1/4 ഇസ് ഈക്വൽ ടു 4 പ്ലസ് √3/8. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് നമുക്ക് തന്നിരുന്നു എഫ് ഓഫ് എക്സ് വൈ റൂട്ട് ഓഫ് എക്സ് വൈ ആണെന്ന്. മറ്റു 1/4 നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. പിന്നെ യൂണിറ്റ് വെക്ടർ ഇൻ ദ ആംഗിൾ π/3 ചോദിച്ചിരുന്നത്. അപ്പൊ ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? യു കാൽക്കുലേറ്റ് ചെയ്യും. യു എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ ആണ്. അവിടെ തീറ്റ π/3 ആണ്. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
കോസ് പൈ ബൈ 3 ഐ പ്ലസ് സൈൻ പൈ ബൈ 3 ജെ എന്ന് വരും. കോസ് പൈ ബൈ 3 1/2 ആണ്, സൈൻ പൈ ബൈ 3 √3/2 ആണ്. അത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് യു ഇസ് ഈക്വൽ ടു 1/2 ഐ പ്ലസ് √3/2 ജെ എന്ന് കിട്ടും. അതുപോലെ നമുക്ക് അടുത്തത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡെൽ എഫ് ഓഫ് എക്സ് വൈ അല്ലെ. ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻ പ്ലസ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ആണ്. അതിൽ നമ്മൾ ഓരോന്നും ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കാൽക്കുലേറ്റ് ചെയ്തു. അതിന് ശേഷം അത് 1/4 കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ?